മലയാളത്തിന്റെ മുഖശ്രീ ഈ വിശേഷണം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖമേതാണ്? സൗന്ദര്യ സങ്കല്പങ്ങൾ കൊണ്ട് മാത്രമല്ല, അഭിനയം കൊണ്ടുകൂടിയും ഒരു കാലഘട്ടം മുഴുവനും മലയാള സിനിമയുടെ മുഖശ്രീയായി നിറഞ്ഞു നിന്ന നായിക സാന്നിധ്യം ശ്രീവിദ്യ. കണ്ണുകൾ കൊണ്ട് മറ്റാർക്കും കഴിയാത്ത വിധം പുഞ്ചിരിക്കുകയും ജീവിതത്തിന്റെ കൈപ്പേറിയ നിമിഷങ്ങളെ ഒരു കറുത്ത തമാശ പോലെ ചിരിച്ചു തള്ളുകയും ചെയ്ത സ്ത്രീത്വം. പലകുറി അവഗണനകളും പ്രണയവിരഹങ്ങളും എല്ലാം അവരെ നൊമ്പരപ്പെടുത്തി. കഥകൾക്കുമപ്പുറം ശ്രീവിദ്യ എന്ന നായികയുടെ ജീവിതം പക്ഷേ എന്നും പ്രണയസമ്പന്നമായിരുന്നു. മലയാള സിനിമയുടെ മാധവിക്കുട്ടിയായി പോലും വിശേഷിപ്പിക്കാവുന്ന സ്നേഹാനുഭവം. അതെ, ഒരുപക്ഷെ സ്നേഹം കൊണ്ട് മുറിവേറ്റൊരു പെൺജീവിതം. യേശുദാസിനോടും MT വാസുദേവൻ നായരോടും ആർട്ടിസ്റ്റ് നമ്പൂതിരിയോടുമൊക്കെയുള്ള ആദരവ് പ്രണയമായി പ്രദർശിപ്പിച്ച ശ്രീവിദ്യ. തൻ്റെ ആത്മാവ് കൊണ്ട് പ്രണയിച്ച ഭരതൻ, ഇതിനിടയിൽ പൊരുത്തപ്പെടാത്ത ദാമ്പത്യം, ആൾക്കൂട്ടത്തിൽ തനിയെ നടന്ന ജീവിതം, പരിധിയില്ലാത്ത സ്നേഹ ബഹുമാനങ്ങളുടെ ഓർമ്മയിൽ ആ ജീവിതകഥ കേൾക്കാം. ജൂലൈ 24 തമിഴ്നാട്ടിലെ മദ്രാസിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ശ്രീവിദ്യയുടെ ജനനം. തമിഴ് ചലച്ചിത്ര ഹാസ്യനടൻ കൃഷ്ണമൂർത്തിയുടെയും കർണാടക ക്ലാസിക്കൽ ഗായിക ML വസന്തകുമാരിയുടെയും മകൾ. സഹോദരൻ ശങ്കരരാമൻ. ശ്രീവിദ്യയുടെ നന്നേ ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ അസുഖം മൂലം അഭിനയം അവസാനിപ്പിക്കേണ്ടി വന്നു. അതോടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അമ്മ വസന്തകുമാരിയുടേതായി. സംഗീത കച്ചേരികൾ നടത്തിയും മറ്റും അമ്മ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നത് കണ്ടിട്ടുണ്ട്. സംഗീതോപാസനയുമായി മുഴുകിയ അമ്മയ്ക്ക് തന്നെ ചെറുപ്പത്തിലെ മുലയൂട്ടാൻ പോലും സമയം കിട്ടിയിരുന്നില്ലെന്ന് ഒരു അഭിമുഖത്തിൽ ശ്രീവിദ്യ തമാശയായി പറയുന്നു. മുടങ്ങാതെ പട്ടുപാവാടയും ആഭരണങ്ങളും കിട്ടിയിരുന്നുവെങ്കിലും അമ്മയുടെ വാത്സല്യമോ കരുതലോ വേണ്ടുവോളം അനുഭവിച്ചില്ല. ആ പരിഭവം മനസ്സിലുണ്ട്. കുടുംബാന്തരീക്ഷം സ്നേഹമയമായിരുന്നില്ല. അന്നൊക്കെ അച്ഛൻ കുത്തുവാക്കുകൾ പറഞ്ഞു വേദനിപ്പിക്കുന്നത് കേട്ടാലും മിണ്ടാതെ സഹിക്കുന്ന അമ്മയോട് അമ്മയ്ക്ക് കരച്ചിൽ വരാത്തത് എന്താ എന്ന് കുഞ്ഞുമകൾ ചോദിക്കും. കരഞ്ഞാൽ പാടാൻ പറ്റില്ല എന്നാണ് മറുപടി. അമ്മ ചിരിച്ചുകൊണ്ട് ആ വെല്ലുവിളികളെയൊക്കെ നേരിടുന്നത് കണ്ടു വളർന്ന മകൾ. MS സുബലക്ഷ്മി കഴിഞ്ഞാൽ കർണാട്ടിക് ഗായകരിൽ ഏറ്റവും പ്രഗത്ഭയായ ഒരു അമ്മയുടെ മകൾ. അമ്മ തിരക്കിട്ടോടുമ്പോൾ അയൽപക്കത്തെ 3 ചേച്ചിമാരാണ് അവൾക്ക് കൂട്ടിനുണ്ടായിരുന്നത്. തിരുവിതാംകൂർ സഹോദരിമാരായ ലളിത, പത്മിനി, രാഗിണി, കൂടാതെ നമ്മുടെ സ്വന്തം സുകുമാരി അമ്മ. ഇവരൊക്കെ ചേർന്ന് വളർത്തിയ പെൺകുട്ടി. മുത്തച്ഛൻ പാട്ടുകാരിയാക്കാനും അമ്മ നർത്തകിയാക്കാനും കൊതിച്ചപ്പോൾ ശ്രീവിദ്യ അഭിനയം മനസ്സിലേക്ക് പടർത്തി തുടങ്ങിയത് ഈ വളർത്തമ്മമാരുടെ വഴിയെ പോകണമെന്ന ആഗ്രഹം കൊണ്ടാവണം. എന്തായാലും ആ ചേച്ചിമാർക്കൊപ്പം ചേർന്ന് MGRനോട് കുട്ടി ശ്രീവിദ്യ തൻ്റെ 4ാമത്തെ വയസ്സിൽ എനിക്ക് ചേട്ടനെ കല്യാണം കഴിക്കണമെന്ന് ഫോണിലൂടെ പറഞ്ഞതും വലുതായപ്പോൾ MGR തന്നെ നീ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് തമാശയായി ചോദിച്ചതുമെല്ലാം ശ്രീവിദ്യ പറയാറുണ്ട്. 14ാമത്തെ വയസ്സിൽ ഭരതനാട്യ അരങ്ങേറ്റം നടത്തിയ ശ്രീവിദ്യ അന്ന് ഉയർന്ന പ്രതിഫലം പറ്റുന്ന തിരക്കേറിയ കുട്ടി നർത്തകിയായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ഡാൻസ് പഠനത്തിന് പ്രാധാന്യം നൽകിയ ശ്രീവിദ്യ പിന്നീട് സ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ കോളേജിൽ പോകാൻ ആഗ്രഹിച്ചില്ല. പകരം സിനിമയിൽ അഭിനയിക്കണമെന്നാണ് മോഹിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് വീട് വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ആ വീട് വാങ്ങാനെത്തിയ AP നാരായണനായിരുന്നു കുമാരസംഭവത്തിലേക്ക് ശ്രീവിദ്യയെ കണ്ടെത്തുന്നത്. അതിനു മുന്നേ ബാലതാരമായി ശിവാജി ഗണേശനൊപ്പം തമിഴ് സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും ആ വേഷം അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ലോകം അവരെ ആരാധനയോടെ കണ്ടു തുടങ്ങിയത് K ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത 100ക്ക് 100 എന്ന തമിഴ് സിനിമയിലൂടെയാണ്. ശേഷം സത്യനൊപ്പം നായികയായി അരങ്ങേറ്റം കുറിച്ച ചട്ടമ്പി കവല, ശ്രീവിദ്യ തന്റെ ജീവിതത്തോട് എന്നും ചേർത്ത് വയ്ക്കുന്ന ചെണ്ട, ഇവയൊക്കെയാണ് ആ നായികയുടെ മലയാള അരങ്ങേറ്റ ചിത്രങ്ങൾ. ചെണ്ടയിലൂടെയാണ് ഭരതനുമായുള്ള സൗഹൃദം തുടങ്ങുന്നത് പോലും. ഇതിനിടെ US ആസ്ഥാനമായുള്ള ഒരു ശാസ്ത്രജ്ഞനിൽ നിന്നും അവർക്ക് വിവാഹാലോചന വന്നു. എന്നും ഒരു കുടുംബിനിയാവുക വലിയ സ്വപ്നമായിരുന്നു ശ്രീവിദ്യയ്ക്ക്. പക്ഷേ നീ കുറച്ചുനാൾ കൂടി അഭിനയിക്കണമെന്ന അമ്മയുടെ വാക്കുകൾ അവർക്ക് തള്ളിക്കളയാനായില്ല. അങ്ങനെയാണ് തൻ്റെ കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എത്രമാത്രമാണെന്ന് ശ്രീവിദ്യ അറിയുന്നത് പോലും. പിന്നീട് നൃത്തവും സംഗീതവും ഒക്കെ കൈവശമുണ്ടായിരുന്നിട്ടും അവർ മുഴുവൻ സമയ അഭിനേത്രി മാത്രമായി മാറി. ഇടയ്ക്ക് ചില സിനിമകളിൽ പിന്നണി ഗായികയായും പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ സൂര്യപുത്രിയിലെ സംഗീതജ്ഞയുടെ വേഷം അല്പം ജീവിതഗന്ധിയായി തോന്നിയതുകൊണ്ട് തന്നെയാവണം ശ്രീവിദ്യയ്ക്ക് അതേറെ പ്രിയപ്പെട്ടതായിരുന്നു. ശ്രീവിദ്യയുടെ പ്രതാപകാലം 70കളാണ്. തമിഴിലും തെലുങ്കിലും അഭിനയിച്ചെങ്കിലും അവർ കൊതിതീരുവോളം താൻ ആഗ്രഹിച്ച വേഷങ്ങളൊക്കെയും ചെയ്തത് മലയാള സിനിമയിലാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശ്രീവിദ്യയ്ക്ക് സംസ്ഥാന സർക്കാർ പുരസ്കാരവും ലഭിച്ചു. മമ്മൂട്ടിക്ക് മോഹൻലാലിനുമൊപ്പം ഭാര്യയായും സഹോദരിയായും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. നാഗാർജുന, ചിരഞ്ജീവി തുടങ്ങിയവരുടെ അമ്മയായും ശ്രീവിദ്യ അഭിനയിച്ചു. 20 വയസ്സു മുതൽ അവർ അമ്മവേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയെന്നോർക്കണം. അത്രമാത്രം നല്ല വേഷങ്ങളെ, അഭിനയത്തെ അവർ സ്നേഹിച്ചു. രഞ്ജിത്തിന്റെ തിരക്കഥ എന്ന സിനിമ ശ്രീവിദ്യയും കമലഹാസനും തമ്മിലുള്ള പ്രണയമാണെന്ന് പലരും പറഞ്ഞു.
അതിലെ വാസ്തവം എന്തുതന്നെയായാലും ശ്രീവിദ്യ കമലഹാസൻ പ്രണയം വിവാഹത്തിലേക്ക് പോലും എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. നിരവധി സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു. ഇരുവരും ആ സമയത്ത് ആരാധകരുടെ ഇഷ്ട ജോഡിയായിരുന്നു. ഇരു കുടുംബങ്ങളിലും ഇരുവരുടെയും ബന്ധത്തിന് നിശബ്ദ പിന്തുണയുമുണ്ടായി. കമലഹാസന്റെ അച്ഛന്റെ പെറ്റുപോലുമായിരുന്നു ശ്രീവിദ്യ എന്ന് കേട്ടിട്ടുണ്ട്. അതിതീവ്രമായൊരു പ്രണയബന്ധം. എന്നിട്ടും അത് വിവാഹത്തിലേക്ക് എത്തിയില്ല. വെറും 22 വയസ്സു മാത്രം പ്രായമുള്ള, ഭാവിയിൽ നല്ല ഉയരങ്ങൾ കീഴടക്കുമെന്ന് പ്രതീക്ഷയുള്ള രണ്ടുപേരും അല്പം കൂടി വിവാഹത്തിനായി കാത്തിരിക്കണമെന്ന് ശ്രീവിദ്യയുടെ അമ്മയുടെ വാക്കുകൾ. അതിഷ്ടപ്പെടാതെ കമലഹാസൻ പരിഭവിച്ചു. ആ പരിഭവം നീണ്ടുപോയി. ഒടുവിൽ കമലഹാസന്റെ വിവാഹ വാർത്തയാണ് ശ്രീവിദ്യ അറിയുന്നത്. തന്റെ ആത്മാവിനെ പറിച്ചെടുത്തതുപോലെയായിരുന്നു ആ വേർപിരിയലെന്ന് ശ്രീവിദ്യ പറയുന്നുണ്ട്. സ്ത്രീ എന്ന നിലയിൽ എനിക്കെന്തായിരുന്നു കുറവ്? ഞാൻ റിജക്റ്റ് ചെയ്യപ്പെട്ടതാണോ? തുടങ്ങിയ ചോദ്യങ്ങൾ. സിനിമകൾ നിറഞ്ഞോടിയ കാലത്തും അവർ ഹൃദയം കൊണ്ട് ആ പ്രണയ പരാജയത്തിൽ നീറുകയായിരുന്നു. പിൽക്കാലത്ത് ഈ നൊമ്പരങ്ങളെല്ലാം നിർവികാരതയോടെ അവർ തന്നെ ഓർത്തു പറയുന്നുണ്ട്. കമലഹാസനുമായുള്ള പ്രണയം തകർന്നതിന് ശേഷമാണ് ശ്രീവിദ്യ ജോർജ് തോമസിനെ വിവാഹം ചെയ്യുന്നത്. അതുമൊരു പ്രണയ വിവാഹമാണ്. ഒരു സ്നേഹനിരാസത്തെ മറ്റൊരു സ്നേഹം കൊണ്ട് പകരം വയ്ക്കുക. ഒപ്പം തന്റെ അച്ഛനമ്മമാരിൽ നിന്ന് പോലും അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹം മറ്റൊരാളിൽ നിന്ന് അപ്രതീക്ഷിതമായി കിട്ടിത്തുടങ്ങിയപ്പോൾ ആഹ്ലാദമായി. പലരും ആ ബന്ധം വേണ്ടെന്ന് വിലക്കിയിട്ട് പോലും അത് ചെവിക്കൊള്ളാതെ ഒരുതരം വാശിയുടെ ബന്ധത്തിൽ ഉറച്ചു നിന്നു. വിവാഹം എന്ന തീരുമാനത്തിലേക്ക് ഒറ്റയ്ക്ക് നടന്നു. അന്ന് മനോരമയും മധുവുമൊക്കെ ശ്രീവിദ്യയ്ക്ക് പറ്റിയ ബന്ധമല്ല ഇതെന്ന് ഉപദേശിച്ചിരുന്നു അത്രേ. തീക്കനൽ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായിരുന്നു ജോർജ്. ജോർജിന്റെ ഭാര്യയാകാൻ ശ്രീവിദ്യ മാമോദിസ മുക്കി എന്നുവരെ അടുത്തറിയുന്ന സുഹൃത്തുക്കൾ പറയാറുണ്ട്. അഭിനയം അവസാനിപ്പിച്ച് വീട്ടമ്മയായി കഴിയാനായിരുന്നു ശ്രീവിദ്യയുടെ താല്പര്യം. തന്റെ കല്യാണത്തിന് തൊട്ടു മുൻപ് ഒരു മെസ്സേജ് എഴുതിയ കടലാസ് തന്നെ തേടിയെത്തി. ഞാൻ കല്യാണം കാണാൻ വരുന്നുണ്ട്, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. നിനക്കുള്ള ആഭരണങ്ങളും സാരിയും ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. ശ്രീവിദ്യയുടെ അമ്മയുടെ സന്ദേശമായിരുന്നു അത്. അന്നുവരെ നല്ല പട്ടുസാരി ഉടുത്ത് മാത്രം കണ്ടിട്ടുള്ള അമ്മ ഒരു മോശം സാരി ഉടുത്ത് അണിഞ്ഞൊരുങ്ങാതെ ആ മകളുടെ കല്യാണത്തിനെത്തി. ഒരു ഫോട്ടോ എടുത്തു, ഒന്നും പറയാതെ മടങ്ങി. എന്തായാലും ആ വിവാഹബന്ധം അതിന്റെ മധുവിധ കഴിയും മുൻപേ സ്വരച്ചേർച്ചയില്ലാതെ കലുഷിതമാകാൻ തുടങ്ങി. വീണ്ടും അഭിനയിക്കാൻ ജോർജ് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഇൻകം ടാക്സ് റെയ്ഡിലാണ് ജോർജ് നിർമ്മാതാവൊന്നുമല്ലെന്നും ആരുടെയൊക്കെയോ ബിനാമിയാണെന്നും ശ്രീവിദ്യ തിരിച്ചറിയുന്നത്. വിവാഹശേഷം അഭിനയത്തിലേക്കില്ലെന്ന് തീർത്തു പറഞ്ഞ അവർ അങ്ങനെ സിനിമയിലേക്ക് വീണ്ടും തിരിച്ചുവരവ് നടത്തി. അസ്വാരസ്യങ്ങൾ പരിധി വിട്ടപ്പോൾ ശ്രീവിദ്യ വീട് വിട്ട് തെരുവിലേക്ക് പോലും ഇറങ്ങി നടന്നതായി കേട്ടിട്ടുണ്ട്. ബന്ധം വേർപെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ 12 വർഷമാണ് വിവാഹമോചനത്തിനായി അയാൾ എന്നെ നടത്തിച്ചത്. ചെറിയ കാര്യങ്ങളിൽ പോലും വല്ലാതെ സങ്കടപ്പെടുന്ന ഞാൻ വിവാഹബന്ധം വേർപെടുത്തിയപ്പോൾ കല്ലുപോലെ ഉറച്ചു നിന്നു. ക്ഷമയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമെന്ന് ആ നാളുകളിലാണ് ഞാൻ അറിയുന്നത്. അന്നൊക്കെ എനിക്ക് സഹായത്തിന് ആരുമില്ലായിരുന്നു. ഒറ്റയ്ക്ക് കോടതിയിൽ പോയി അയാൾ പറയുന്ന ആരോപണങ്ങളൊക്കെയും കേട്ട് സഹിച്ചു നിൽക്കണം. സായിബാബയുടെ ഭക്തിയായി ഞാൻ മാറുന്നതും ആത്മീയതയുടെ വഴിയെ നടക്കുന്നതുമൊക്കെ അപ്പോഴാണ്. ആ ബന്ധത്തിൽ നിന്നും എങ്ങനെയെങ്കിലും വിടുതൽ തരണേ ദൈവമേ എന്നപേക്ഷിച്ചപ്പോൾ പ്രാർത്ഥന ദൈവം കേട്ടു. ആ ബന്ധം ഞാൻ വേർപെടുത്തി. വിവാഹ ജീവിതത്തിൽ ഒറ്റപ്പെട്ടപ്പോഴാണ് ഞാൻ ആദ്യമായി സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങുന്നത്. അവർക്ക് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. എന്നിട്ടും വിഷമഘട്ടത്തിൽ അവരെന്നെ ചേർത്ത് പിടിച്ചു. തന്റെ സ്നേഹവും ബഹുമാനവും ആരാധനയും എല്ലാം പ്രണയത്തോട് ചേർന്ന് നിൽക്കുന്ന വികാരവായ്പോടെയാണ് ശ്രീവിദ്യ എന്നും പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഭരതനുമായുണ്ടായിരുന്ന തീവ്രാനുരാഗം കാലാനുവർത്തിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ജീവിത സായാഹ്നത്തിൽ ബോധാബോധങ്ങൾക്കിടയിൽ ഭരതൻ പറഞ്ഞിരുന്നത് ശ്രീവിദ്യയുടെ പേരാണെന്നും ഭരതന്റെ മകനെ സിദ്ധാർത്ഥിനെ ഞാൻ വളർത്തിക്കോട്ടെ എന്ന് ശ്രീവിദ്യ ചോദിച്ചിട്ടുണ്ടെന്നും KPSC ലളിത ഒരു ഇന്റർവ്യൂവിൽ സ്വാഭാവികമായി തന്നെ പറഞ്ഞുപോയത് കേട്ടപ്പോൾ മനുഷ്യ മനസ്സ് എത്ര വിശാലവും സങ്കീർണവുമാണെന്ന് തോന്നിപ്പോയി. അതെന്തായാലും തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലാണെന്ന പറച്ചിൽ പോലെ ഇരുവരും എന്നും ആ നഷ്ടപ്രണയത്തിന്റെ വേദന പേറി. എന്നും തന്റെ തീരുമാനങ്ങൾ ആരുടെ മുഖത്തു നോക്കിയും തുറന്നു പറയാനുള്ള ആർജവമുള്ള താൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ശ്രീകുമാരൻ തമ്പിയുമായും നടൻ മധുവുമായൊക്കെ ഇടയ്ക്ക് പിണങ്ങാറും നാളുകൾ കഴിഞ്ഞ് ഇണങ്ങാറുമുണ്ട്. ഒരിക്കലൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് താൻ ഇനി മധുവുമായി അഭിനയിക്കില്ലെന്ന് പോലും ശ്രീവിദ്യ പറഞ്ഞു. തുടർന്ന് ഇവരൊന്നിച്ച് പൂർത്തിയാക്കാനുണ്ടായിരുന്ന സിനിമകൾ ഡ്യൂപ്പുകളെ വെച്ച് പൂർത്തിയാക്കേണ്ടി വന്നതായും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും സ്നേഹിച്ചു മുന്നോട്ടു പോയൊരു ജീവിതം. സിനിമയിൽ തിരക്കുള്ള നടിയായിരിക്കുമ്പോഴും സീരിയലുകളിൽ പ്രത്യക്ഷപ്പെടാൻ മടി കാണിക്കാത്ത ശ്രീവിദ്യ ശ്രീകുമാരൻ തമ്പിക്കൊപ്പം അമ്മ തമ്പുരാട്ടി എന്ന ടെലിവിഷൻ സീരിയലിന്റെ ടൈറ്റിൽ റോളിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ആ മെഗാ സീരിയലിന്റെ 35 എപ്പിസോഡുകൾ മാത്രം പൂർത്തിയാക്കിയ വേളയിൽ പൊടുന്നനെ ഞെട്ടിക്കുന്ന വാർത്തയെത്തി. ശ്രീവിദ്യ തിരുവനന്തപുരത്തെ ശ്രീ ചിത്തിര തിരുനാൾ ആശുപത്രിയിൽ 2006 ഒക്ടോബർ 19 ഓർമ്മയായി. സ്പൈൻ ക്യാൻസർ എന്ന രോഗം തന്നെ പീഡിപ്പിച്ചിട്ടും അങ്ങനെ തനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് അവർ ഒരിക്കലും വെളിപ്പെടുത്തിയില്ല, സഹതാപം ചോദിച്ചില്ല.
VIP സന്ദർശകരുടെ കൂട്ടത്തെയോ ഗൃഹാതുര ഓർമ്മകളുമായി എത്തുന്ന ആരാധകരുടെ വരവിനെയോ പ്രതീക്ഷിച്ചില്ല. ഇനിയും ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന പ്രതീക്ഷയുടെ പുഞ്ചിരി ആ കണ്ണുകളിൽ പക്ഷേ മരണം വരെയും തെളിഞ്ഞു നിന്നു. തന്റെ കൊതി തീരുവോളം അഭിനയിക്കാൻ, വെല്ലുവിളികൾ നിറഞ്ഞ കഥാപാത്രങ്ങൾ ചെയ്യാൻ അവരിനിയും കൊതിച്ചു. അഭിനയത്തോട്, ജീവിതത്തോട് അവർക്ക് അത്രമേൽ പ്രണയമായിരുന്നു. സൗഭാഗ്യങ്ങളേറെ ചുറ്റുമുണ്ടായിട്ടും അതൊന്നും ചേർത്ത് നിർത്തി അനുഭവിക്കാനായില്ല. തന്റെ അമ്മയിൽ നിന്നും സ്നേഹം മതിയാകോളം ലഭിക്കാതെ പോയപ്പോൾ നല്ലൊരു കലാകാരി ഒരിക്കലും ജീവിതത്തിനൊപ്പം കലയെ കൊണ്ടുപോകരുതെന്ന് മനസ്സിലുറപ്പിച്ച ശ്രീവിദ്യ തന്റെ വിവാഹത്തോടെ നല്ലൊരു കുടുംബിനിയായി, അമ്മയായി ജീവിക്കണമെന്നേറെ കൊതിച്ചു. കൊതിച്ചത് നേടാനാവാതെ അതിലും മുകളിൽ ഒരു നാടിന്റെ സ്നേഹാദരങ്ങൾ അവർ നേടി. ഉദരത്തിൽ പിറന്നില്ലെങ്കിലും എത്രയോ പേർ വിദ്യാമേ എന്നവർ സ്നേഹത്തോടെ വിളിക്കുന്നു. സ്നേഹത്തിനായി ജീവിച്ച് സ്വയം സ്നേഹമായി തീർന്ന വിസ്മയിപ്പിക്കുന്നൊരു ജീവിതം. ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.